ഹലോ, നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ലൊരു കൊഴുക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് അടുപ്പത്തൊരു പാത്രം വെക്കാം. അതിലേക്ക് 2 കപ്പ് പച്ചവെള്ളം ഒഴിക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാണ്ട് എല്ലാം നല്ലോണം യോജിച്ച് ചെയ്യുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഒരു ഡോൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇനി നമുക്കിത് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ അത് സൈഡിലിരിക്കട്ടെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അടുപ്പത്ത് വേറൊരു പാത്രം വെക്കാം. അതിലേക്ക് 1/2 കപ്പ് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കടയിലൊക്കെ വാങ്ങാൻ കിട്ടും ശർക്കര പൊടിച്ചത്. അപ്പോൾ അതുണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ 2 കഷ്ണം വെള്ളം എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിടാം. ശർക്കരയും വെള്ളവും നന്നായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് എടുക്കുന്നത് കേട്ടോ. തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരപ്പാനിയും അതുപോലെ തന്നെ തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടി ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ഗീ ആണ്. 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തേങ്ങൻ്റെ ഫില്ലിംഗ് ആണ് കേട്ടോ ഇത്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് മാറ്റാം കേട്ടോ. ഇനി അടുത്തതായിട്ട് വേണ്ടത് പഴമാണ്. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള 3 പഴമാണ് എടുത്തിട്ടുള്ളത്. വേവിച്ച് വെച്ചിട്ടുള്ള പഴമാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കന്നെ നമ്മൾ ആദ്യം കുഴച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് ആദ്യം തന്നെ സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച പഴം ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു അരിപ്പൊടിൻ്റെ മിക്സും നമ്മുടെ ഈ പഴവും കൂടി നന്നായിട്ടൊന്ന് കൈകൊണ്ട് നല്ല രീതിയിൽ തന്നെ യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ബനാന മിക്സ് ഇവിടെ റെഡി ആയിട്ടാ. അത് ഈ ഒരു രീതിയിൽ വേണം കിട്ടാൻ. ഇനി പണിയൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിത് ഉരുട്ടാം. അപ്പോൾ ആദ്യം തന്നെ കയ്യിൽ കുറച്ചൊന്ന് ഗീ തടവിയിട്ടുണ്ട്. അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് അങ്ങനെ തടവിയിട്ടുള്ളത്. ഇനി ഇതാ കുറച്ചൊരു മാവ് എടുക്കാം. ഇതുപോലെ ഒന്ന് റൗണ്ടാക്കിയിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ 1 ടീസ്പൂൺ അളവിൽ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കട്ടെ. ഞാനിപ്പോൾ ഇത് ഈ ഒരു കൊഴുക്കട്ടൻ്റെ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്കിത് അടയായിട്ടും ഉണ്ടാക്കാം കേട്ടോ. അതുപോലെ ഫില്ലിങ്ങിൽ നമുക്ക് കാഷ്നട്ടും കിസ്മസൊക്കെ ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഇതിപ്പോൾ നല്ല നാടൻ രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കണ്ട ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ നമുക്ക് ഏകദേശം ഒരു 11 കൊഴുക്കട്ടയോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. ഒരു 4 മണി പലഹാരമായിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് ആരെങ്കിലും വന്നാലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈസി റെസിപ്പിയാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മുടെ നേന്ത്രപ്പഴം കൊഴുക്കട്ടയൊക്കെ ഇതാ ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പോൾ അടച്ചമ്പിലാണ് ഞാനിപ്പോൾ വേവിക്കുന്നത്. വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലിൽ ഇത് വെച്ചിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമുക്കിത് വേവിച്ചെടുക്കാം. അങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ള കൊഴുക്കട്ടയാണ് കേട്ടോ ഇത്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളിൽ നല്ലൊരു തേങ്ങൻ്റെ ഫില്ലിങ്ങും പുറത്ത് നല്ല പഴവും അതുപോലെ തന്നെ അരിപ്പൊടിയും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.